വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാനിലേക്ക് കൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഉള്ള നിറഞ്ഞ ശുക്റും ആത്മാർത്ഥമായ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് ആദ്യമായിട്ടുണ്ടാകണം. കഴിഞ്ഞ റമദാനുകളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ 2024 മാത്രം ലോകത്ത് മരണപ്പെട്ട മനുഷ്യർ 6 കോടിയിലധികം. ഓരോ മിനിറ്റിലും 120 ആളുകൾ ലോകത്ത് മരിക്കുന്നുണ്ട്. ഈ പറയുന്ന വാചകം പൂർത്തിയാകുമ്പോഴേക്ക് 2 പേര് മരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലോകത്ത് അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഒരു റമദാനിലേക്ക് പ്രവേശിക്കാൻ അവസരം നൽകിയിരിക്കുന്നു എന്നുള്ളത് നിസ്സാരമായ ഒരു സംഗതിയേ അല്ല. അതുകൊണ്ട് ഇനി ശേഷിക്കുന്ന ജീവിതം തഖ്വയിൽ അധിഷ്ഠിതമാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ഒരു അജണ്ട നമ്മുടെ മുൻപിൽ നമ്മൾ വെക്കണം. ഇത് അള്ളാഹു നമ്മൾക്ക് ഒരുക്കുന്ന അവസരം. അള്ളാഹുവിലേക്ക് അടുക്കാൻ, ജീവിതം ക്രമീകരിക്കാൻ, പാപങ്ങൾ പൊറുക്കപ്പെട്ട് പുറത്തു കിട്ടാൻ, സ്വർഗപാതയിലേക്ക് ജീവിതത്തെ സംശുദ്ധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന അവസരം. നമ്മൾ ആകെ ആലോചിക്കേണ്ട ഒരു വിഷയം, റമദാൻ ഇല്ലായിരുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥയെ കുറിച്ച് ആലോചിക്കുക. റമദാൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ദിവസം 3 റക്അത്തെങ്കിലും തഹജ്ജുദ് നമസ്കരിക്കുന്ന ഒരവസ്ഥ നമ്മൾക്കുണ്ടാകും. ഉണ്ടാവില്ല എന്നതായിരിക്കാം എന്റെയും നിങ്ങളുടെയും ഒക്കെ പരിപൂർണമായ മറുപടികൾ. റമദാൻ ഇല്ലായിരുന്നുവെങ്കിൽ സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് 1 പേജെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മുടെ ആലോചനയിൽ പോലും കടന്നു വരണമെന്നില്ല. റമദാൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യതീംഖാനകളും പള്ളികളും മദ്രസകളും ഒക്കെ ഉണ്ടായിരുന്നത്. നമ്മുടെ പോക്കറ്റിൽ നമ്മൾ എടുത്തു കൊടുക്കുന്ന പണം കൊണ്ടാണ്. ആ റമദാൻ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഖുർആൻ ഖത്മ തീർക്കുമായിരുന്നോ എന്ന് ആലോചിക്കുക. അപ്പോ അള്ളാഹു നമ്മൾക്ക് നൽകുന്ന വലിയ അവസരത്തിന്റെ പേരാണ് റമദാൻ. സ്വഹാബാക്കളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ അറിയിച്ചു കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നാളെ നോമ്പ് തുടങ്ങാണ്, എല്ലാരും നോമ്പെടുത്തോളൂ എന്നല്ല പറഞ്ഞത്. മറിച്ച് നിങ്ങൾക്കിതാ അള്ളാഹു ഒരു മാസം കൊണ്ട് തണലിട്ടു നൽകുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അള്ളാഹു ഒരു സൗകര്യം ഒരുക്കി തരികയാണ്. നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിച്ചെടുക്കാൻ വേണ്ടി അള്ളാഹു നിങ്ങളുടെ ജീവിതത്തെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ശരിക്കും നമ്മൾ ആലോചിച്ചു, കഴിഞ്ഞ 11 മാസം നമ്മൾക്ക് എന്തായിരുന്നു സത്യത്തിന് ജോലി? കഴിഞ്ഞ 11 മാസമായിട്ട് ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ നമ്മൾക്ക് എന്തായിരുന്നു ശരിക്കും തിരക്ക്? നമ്മൾ ആരെങ്കിലും പറഞ്ഞോ നമ്മുടെ ജോലിക്ക് നേരം വൈകി എത്തുമ്പോ എന്തേ നേരം വൈകാൻ കാരണം? ഒന്നുമില്ല, ഞാൻ ഇബാദത്തിന് വേണ്ടി കുറെ സമയം മാറ്റി വെച്ചോണ്ടാ ജോലിക്ക് വരാൻ വൈകി. എന്തേ കച്ചവടം? ഒന്നുമില്ല, ആരാധനയിൽ കുറെ ഒഴുകിയപ്പോ കച്ചവടം ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി. നമ്മൾ ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ കയ്യിൽ പണമില്ല, എന്തേ പണമില്ലാത്ത? ഞാൻ ഒക്കെ സക്കാത്ത് കൊടുത്തു കൊടുത്തു, സ്വതക്ക് കൊടുത്തു കൊടുത്തു. നമ്മൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ആരെങ്കിലും കാൽമുട്ട് തേഞ്ഞു പോയത് പള്ളിയിലേക്ക് 5 നേരം നടന്നു കഴിഞ്ഞിട്ടാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു വയസ്സായ മനുഷ്യൻ പറഞ്ഞു നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? നമ്മളിങ്ങനെ അവനാനെ കുറിച്ച് ആലോചിക്കുക, എന്താണ് ശരിക്ക് ഞാൻ ദീനിന് വേണ്ടി ചെയ്തതല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അധ്വാനിച്ച അധ്വാനങ്ങൾ എന്താണെന്ന് ആലോചിക്കുക. ആ രൂപത്തിൽ ഒരു പക്ഷെ അള്ളാഹു നമ്മൾക്ക് ഈ വർഷം റമദാൻ നൽകാനുള്ള കാരണം, അല്ലെങ്കിൽ റമദാനിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കാനുള്ള കാരണം, നമ്മുടെ കർമ്മങ്ങളുടെ തുലാസിൽ കനപ്പെട്ട കർമ്മങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അള്ളാഹ് എനിക്ക് കുറച്ചുകൂടെ ആയുസ് നീട്ടി നൽകിയത് എന്ന് ആലോചിക്കുക. നമ്മളെല്ലാവരും അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്. ഏകദേശമൊക്കെ നമ്മുടെ യാത്ര അതിന്റെ അവസാനത്തിൽ എത്തിച്ചേരാനായിട്ടുണ്ടാവും. നമ്മുടെ തലമുടികൾ നിരച്ചുകൊണ്ടിരിക്കുന്നു, കാൽമുട്ടുകൾക്ക് വേദന വന്നുകൊണ്ടിരിക്കുന്നു, പല്ലുകൾ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കേൾവി ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് പലയിടത്തും വേദനകൾ, പ്രയാസങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കിതപ്പ് വന്നുകൊണ്ടിരിക്കുന്നു. ഇത് ജീവിതത്തിൽ അവസാന റമദാനാണ്
ആണെങ്കിലോ എന്ന ചിന്തയിൽ എങ്ങനെയൊക്കെ നന്മയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെയൊക്കെ നന്മയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. വെൽ പ്ലാനഡ് ആയി നമ്മൾ റമദാനിലേക്ക് പ്രവേശിച്ചില്ല എങ്കിൽ നമ്മൾ റമദാനിന്റെ പകുതിയാകുമ്പോഴേക്ക് നമ്മൾ തളരും. പിന്നെ ഒരു ഒഴുക്കൻ മട്ടിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. റമദാൻ അല്ലാഹു പറഞ്ഞ പോലെ നമ്മൾക്ക് കിട്ടിയോ ഇല്ലേ എന്ന് ബോധ്യമാകാൻ ഒരു മാർഗം റമദാന്റെ ഒന്നാമത്തെ തറാവീനും അവസാന തറാവീനും നമ്മൾ ഉണ്ടാകുമോ എന്നുള്ളതാണ്. ഭൂരിപക്ഷം ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ ഉണ്ടാകണം. റമദാൻ വിട പറഞ്ഞു പോകുന്നത് വരെ റമദാനെ യാത്രയാക്കുന്നത് ഏറ്റവും മനോഹരമായിട്ടാകണം. നമ്മൾ കഴിവിന്റെ പരമാവധി പള്ളി വിട്ടു പോകുമ്പോ എത്ര മണിക്ക് ഉറക്കത്തെ എഴുന്നേൽക്കണം എന്ന പ്ലാനിങ്ങിന്റെ അപ്പുറം ഞാൻ രാവിലെ ചൊല്ലാനുള്ള ദിക്ർ ചൊല്ലിയിട്ട് ഇനി എന്റെ ബാക്കി പരിപാടികൾ തീരുമാനിക്കുമെന്ന് പ്രഖ്യാപിക്കണം. 2 റക്അത്തെങ്കിലും ദുഹാ നമസ്കാരം ജീവിതത്തിൽ ആരംഭിക്കാൻ ഈ റമദാൻ എനിക്ക് പ്രാപ്തമാകണം. ജമാഅത്ത് ഇമാമിന്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടി തുടങ്ങാൻ ഈ റമദാൻ കൊണ്ട് നമ്മൾക്ക് പറ്റണം. അതുപോലെ ആ ഒരു ശീലം ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. ദിവസവും നമ്മൾ കൊടുക്കാൻ വിചാരിക്കുന്ന സ്വതക്കയെ 5 ഭാഗമായി സ്പ്ലിറ്റ് ചെയ്ത് ആ 5 നേരവും നമ്മുടെ പള്ളിയിൽ വരുന്ന മനുഷ്യർക്ക് നമ്മൾക്കത് കൊടുക്കാൻ പറ്റണം. ഇങ്ങനെ ഏതൊക്കെ നിലക്ക് റമദാൻ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി ആ ആത്മവിശുദ്ധിയോടുകൂടി നമ്മൾ ഈദിലേക്ക് പ്രവേശിക്കണം. ഇപ്പൊ പറയാൻ കാരണം നമ്മുടെ പെരുന്നാൾ എന്താകണം എന്ന് നമ്മൾ ഇപ്പൊ തീരുമാനിക്കണം. ഈദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിവസം എല്ലാവരും പുതുവസ്ത്രമിട്ട് വരുന്നു. പിന്നെ പെരുന്നാൾ കുത്തുബ കഴിഞ്ഞ് 4 സ്റ്റാറ്റസ് സ്റ്റോറി വെക്കലല്ല ഇത്. കുറച്ച് ഞാൻ നന്നായതിന്റെയും സംസ്കരിക്കപ്പെട്ടതിന്റെയും അള്ളാഹുവിലേക്ക് അടുത്തതിന്റെയും ജീവിതം ചിട്ടപ്പെടുത്തിയതിന്റെയും ആരാധനാ കർമ്മങ്ങൾക്കൊരു വ്യവസ്ഥ രൂപീകരിച്ചെടുത്തതിന്റെയും ആഘോഷമാക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ പള്ളിയിലേക്ക് നടന്നു വന്ന് നമ്മുടെ കൂടെ നമസ്കരിച്ച നമ്മുടെ കൂടെ 1 മാസമായിട്ട് ഇബാദത്തിലുള്ള മനുഷ്യർ അവരെ നമ്മൾ ഹൃദയം കൊണ്ട് അണച്ചു പിടിച്ചു പറയണം, തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും. ഞാനും നിങ്ങളും കഴിഞ്ഞ 1 മാസക്കാലമായി ഏറെ ത്യാഗം ചെയ്ത് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ അത് അല്ലാഹു സ്വീകരിക്കട്ടെ എന്ന് ഹൃദയം തൊട്ട് പറയണം. എന്നിട്ട് നമ്മൾ തക്ബീർ മുഴക്കുന്നത്, അല്ലാഹുവേ നന്നായിട്ടുണ്ട്, ഞാൻ ജീവിതം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്, പാപങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്, നിന്നിലേക്ക് ജീവിതത്തെ ചിട്ടയാക്കി എടുത്തിട്ടുണ്ട്, എല്ലാ നന്മകളെയും ഞാൻ സ്വാംശീകരിച്ചിട്ടെടുത്തിട്ടുണ്ട്, തിന്മകളിലേക്കില്ല എന്ന് പറയാൻ മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രഖ്യാപനമാക്കിയ ഈദ് മാറ്റാൻ ഇപ്പൊ നമ്മൾ ഒരുങ്ങണം. ആ രൂപത്തിൽ മുന്നോട്ട് പോകണം. റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ തഖ്വ കിട്ടിയില്ല എങ്കിൽ, പാപങ്ങൾ പൊറുക്കപ്പെട്ട് കിട്ടിയില്ല എങ്കിൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറിയ പാമി പറഞ്ഞ സംഭവം നമ്മൾ ഇനി എല്ലാ ദിവസവും കേൾക്കും. നമ്മൾക്കത് അറിയാം. ഒരാൾക്ക് റമദാൻ കിട്ടിയിട്ടും അയാളെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അയാൾക്ക് സ്വർഗ്ഗം ഒരിക്കലും കിട്ടൂല. അയാൾ നരകത്തിൽ ശാശ്വതനായി അകപ്പെടും. അയാൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടും. എന്ന് പറഞ്ഞാൽ റമദാന് കൊണ്ട് നരകം വാങ്ങുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് തുടക്കത്തിൽ തീരുമാനിച്ച് വളരെ വ്യവസ്ഥാപിതമായി വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങൾ ഒരു പ്ലാനോട് കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഓരോ ദിവസവും രാത്രി മുഹാസബത്ത് നടത്തി, ഞാൻ ഇന്ന് എന്താണ് കാര്യമായിട്ട് ചെയ്ത്, ഞാൻ എത്ര ഉപയോഗപ്പെടുത്തി, എത്ര ഖുർആൻ ഓതി, എന്റെ സോഷ്യൽ മീഡിയ ഉപയോഗം നന്മക്കായും തിന്മക്കായിരുന്നോ, ഞാൻ ജമാഅത്തെങ്ങാനും വൈകിയത് എന്ത് കാരണം കൊണ്ടായിരുന്നു, എല്ലാം നമ്മൾ ആലോചിച്ച് ഈ റമദാനെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ എന്ന ഒരു വല്ലാത്ത ചിന്തയിൽ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ റമദാന് കൊണ്ട് നേടേണ്ട സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് കിട്ടൂ എന്ന തിരിച്ചറിവിൽ മുന്നോട്ട് പോവുക. വീണ്ടും 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 പറയുന്നു, പ്ലാൻ ചെയ്യാതെ പോയാൽ നമ്മൾ തകരും, നമ്മുടെ ഇബാദത്തുകൾക്ക് ശക്തി കുറയും, നമ്മൾ ഒരു ഒഴുക്കം മറ്റുള്ള സ്വഭാവത്തിൽ പോകും. ഇങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ 11 വർഷമായിട്ട് കഴിഞ്ഞ 11 മാസമായിട്ട് പിശാചിന്റെ കിടഞ്ഞ ശ്രമം ഈ ഒരു മാസം നമ്മൾക്ക് നഷ്ടമാകാനാണ്. പിശാച് കഴിഞ്ഞ 11 മാസമായി നൽകിയ ദുർബോധനങ്ങളിൽ നമ്മുടെ മനസ്സ് ചാഞ്ചാടിക്കൊണ്ടേയിരിക്കും. ആ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ട് ഈ റമദാന് കൂടി നമ്മൾക്ക് പോയാൽ പ്രിയരെ അവനവന്റെ അവസ്ഥയെ കുറിച്ച് ഗൗരവത്തിൽ ആലോചിക്കുക. റമദാൻ നൽകിയത്
ശുക്ർ ചെയ്യുക. റമദാനിലെ ആരാധന ചെയ്യാൻ ആഫിയത്ത് ഉണ്ടാകണേ എന്ന് ദീർഘമായി അല്ലാഹുവിനോട് ഹൃദയം തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. റഹ്മുറാഹിമീനായ നാഥൻ കാര്യങ്ങൾ അറിയാനും പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.